السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുത്തും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ മഹല്ല് ജുമാഅത്ത് പള്ളിക്കും ചുറ്റും അന്തിയുറങ്ങുന്ന മുത്തു മുഅ്മിനീങ്ങൾ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വേദന അനുഭവിക്കുന്നവര്, രോഗം അനുഭവിക്കുന്നവര്, ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ അല്ലാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത്. നാളെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രിയോടുകൂടി പരിശുദ്ധമായ റജബിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ പുണ്യങ്ങളുടെ പൊക്കാലമായ പരിശുദ്ധമായ റമളാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 2 മാസങ്ങളാണ് പരിശുദ്ധമായ റജബും പരിശുദ്ധമായ ശഅബാനും. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ ആ പരിശുദ്ധമായ റമളാനിലേക്കുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറെടുപ്പുകളും നടത്താനുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്, പരിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. നാളെ രാത്രി മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി മുതൽ നമ്മൾ ആ റമളാനിന്റെ വരവേൽപ്പിന് വേണ്ടി ദുആ ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് നമ്മെ പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബിനെ കുറിച്ച് സംസാരിക്കല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിശുദ്ധ മാസം നമ്മളിലേക്ക് വരുമ്പോ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും എല്ലാ നിലക്കുള്ള ഒരു ശുദ്ധീകരണം നമ്മൾ നടത്തി ആ പരിശുദ്ധ റമളാനിലേക്ക് കാലെടുത്ത് വെക്കണം. ദീർഘമായി സംസാരിക്കല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഖുതുബയിൽ നമ്മെ ഉണർത്തുന്ന ഒരു ആയത്തുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഖസസിന്റെ 83-ാമത്തെ വചനം, തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ വലാ ഫസാദാ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അവിടെയാ നമ്മൾ ആത്മീയമായ ശുദ്ധീകരണം നടത്തേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, തിൽക ദാറുൽ ആഖിറ. ആഖിറത്തിനെ പറ്റിയിട്ടും മറ്റും ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ഖസസിന്റെ 80 വരെയുള്ള ആയത്തിൽ പരിശുദ്ധ റബ്ബ് പരിചയപ്പെടുത്തിയതിനു ശേഷം പറയാ, ആർക്കാണ് ആ സുന്ദരമായ ഭവനം കൊടുക്കുന്നത്? തിൽക ദാറുൽ ആഖിറ. ആഖിറത്തിൽ ആ ഭവനം കൊടുക്കുന്നത് ആർക്കാണ്? ലില്ലദീന, ഒരു വിഭാഗം ആളുകളാ. ആരെന്നറിയുമോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ആ വിഭാഗത്തിൽ പെടാൻ നമുക്ക് കഴിയണം. ലാ യുരീദൂന, അവർ ഉദ്ദേശിക്കുന്ന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു മേന്മത്തരം, ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണ പിച്ചി ചീന്തണം പ്രിയപ്പെട്ടവരെ. ഭൂമിയിൽ പരിശോധിക്കൂ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പ്രധാന ശത്രുക്കളായ ആരെ പരിശോധിച്ചാലും അവരുടെ അടിസ്ഥാനമായ പ്രശ്നം എന്തായിരുന്നു? അവർക്കൊക്കെ അഹങ്കാരം കൂടി പോയതാണ്, കിബിർ കൂടി പോയതാണ്. കിബിറുള്ള ഒരു മനുഷ്യന് സ്വർഗ്ഗം ലഭിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അബൂജഹൽ ലഅനത്തുല്ലാഹി പരിശോധിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത ആളാ എന്നുള്ള അഭിപ്രായം അബൂജഹലിനില്ല. ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് അബൂജഹലിന് അഭിപ്രായമില്ല. സത്യം പറയാത്ത ആളാന്ന് അഭിപ്രായമില്ല. സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളാന്ന് അഭിപ്രായമില്ല. മറിച്ച് എന്തേ പ്രശ്നവും? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വളർന്നു വന്നാൽ എന്റെ അധികാരം നഷ്ടപ്പെടും, ഞാൻ ഇവിടെ ആരുമല്ലാത്ത ഒരാളായി മാറും എന്നുള്ള പ്രശ്നമാണ്. കിബിറാണ് അബൂജഹലിനെ ചതിച്ചത്. ഫിർഔൻ ലഅനത്തുല്ലാഹിയോ കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയല്ലേ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ ഏറ്റവും വലിയ കിബിറിന്റെ വർത്താനല്ലേ പറഞ്ഞത്? അവനെ നശിപ്പിച്ചതും അഹങ്കാരമാണ്. ഖാറൂൻ മുതലാളി തുടങ്ങി ഏത് ശത്രുക്കളെയും പരിശോധിച്ച് നോക്കിയാൽ അവരെയൊക്കെ ഭൂമിയിൽ നശിപ്പിക്കാൻ കാരണമായത് കിബിറാണ്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ദുനിയാവിൽ അഹങ്കരിക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ ദുനിയാവിലേക്ക് വന്നത്? കയ്യിലൊന്നുമില്ലാതെ, ഒരു ഉടുത്തുണി പോലും ഇല്ലാതെ ഈ ദുനിയാവിലേക്ക് കടന്നു വരാം. ഒന്നും കൂടി കടന്നു പറയുകയാണെങ്കിൽ, ഒരു സദസ്സിൽ 4 ആളുകൾ കൂടുമ്പോൾ പറയാൻ മടിക്കുന്ന ഉപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്നല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ വന്നത്? 4 ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് വസ്ത്രത്തിൽ അത് കണ്ടാൽ നമുക്കൊരു മോശത്തരല്ലേ? ഞാനും നിങ്ങളൊക്കെ പിറന്നത് ആ ഒരു ജലത്തിൽ നിന്നാണ്.
ഇനി നാളെയോ ഖബറിൽ വെച്ച് എന്നെയും നിങ്ങളെയൊക്കെ നാലാളുകൾ കൂടിയിട്ട് പുതപ്പെട്ട് മൂടി ആ ഖബറിന്റെ ഉള്ളിൽ ഖബറിൽ വെക്കുന്ന ആള് ചെയ്യുന്ന പണി നമുക്കറിയാലോ. ഈ സുന്ദരമായ കവിളിന്റെ മുഖത്തുള്ള ആ മടം, ആ കഫംപുട മാറ്റി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3-ാം ദിവസമാകുമ്പോഴേക്ക് നമ്മളൊക്കെ സുറുമയിട്ട് നടന്ന കണ്ണ് ഒഴിഞ്ഞു പോവുകയാണ്. ശരീരമാകെ സകലം ദ്രവിച്ച് പിയുകളരിച്ച് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ഈ ശരീരമാകാൻ. എവിടെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുള്ളത്? നമ്മൾ നേടിയെടുത്ത സമ്പത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ അഭിമാനത്തോടു കൂടെ പറഞ്ഞ നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം, നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത് ഒന്നും നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോകുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അഹങ്കാരം? ഈ അഹങ്കാരത്തിന്റെ കറ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കടക്കാൻ. അഹങ്കാരമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോയിട്ട് കാര്യമില്ല. തവാളു ആണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം. എത്രത്തോളം വിനയം കാണിക്കുന്നു, കിബറിന്റെ നേരെ ഓപ്പോസിറ്റ് ടേമാണ് തവാളു, വിനയം എന്നുള്ളത്. അഹങ്കാരം എത്രത്തോളം ഒഴിവാകുന്നു അത്രത്തോളം ആ മനുഷ്യർക്ക് വിനയം കൂടിക്കൊണ്ടേയിരിക്കും. വിനയം കൂടുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവന്റെ പദവികൾ കൂടിക്കൊണ്ടേയിരിക്കും. ദുനിയാവിലും കൂടും ആഖിറത്തിലും കൂടും. അഹങ്കാരിയെ ഒരാൾക്കും ഇഷ്ടമില്ല, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വലാ ഫസാദ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കൂല, അങ്ങനത്തോൽക്കുള്ള സ്വർഗം. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കൂല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കോലത്ത്, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന കോലത്ത്, ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കോലത്ത്, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം, ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്ന ഒരു സംസാരം അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂല. അവൻക്കുള്ളതാണ് തിൽക്കദ്ദാറുൽ ആഖിറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ. വല്ലാഖിബത്തുൽ മുത്തഖീൻ. ഖുർആൻ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അന്തിമ വിജയം അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്, അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. കിബറിന്റെ ലെവലേഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അമലുകൾക്ക് കബൂലിയത്തില്ല പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബിന്റെ അടുക്കൽ, കാരണം അല്ലാഹുവിലേക്കുള്ള ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എത്രത്തോളം വിനയം കാണിക്കാൻ കഴിയോ അതാണ്. അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താ? അതിന് തഅരീഫ് പരിശുദ്ധ ശരീഅത്ത് കാണിക്കുന്നുണ്ടല്ലോ. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയത്തിന്റെ അങ്ങേ അറ്റം കാണിക്കുന്നതിന് ഇബാദത്ത് എന്ന് പറയാം. നിസ്കാരത്തിൽ നിൽക്കുമ്പോ, ദിക്റിലേക്ക് നിൽക്കുമ്പോ, ഒരാളുടെ മുന്നിൽ സംസാരിക്കുമ്പോ, പലപ്പോഴും ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ഒരു മോശം വരുന്ന കാലം വരുന്നുണ്ട്. ഒരാളോട് സംസാരിക്കും, അപ്പോഴും ചിലപ്പോൾ മൊബൈൽ ട്രോൾ ചെയ്യുക, ആരെയും കുറ്റപ്പെടുത്തല്ല, ഞാൻ എന്നെ തന്നെ വിമർശിക്കാം. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ അതൊന്നും സംസാരം കേൾക്കേണ്ട ആളല്ല എന്ന ഭാവത്തിൽ നമ്മൾ ഫോണിലേക്ക് നോക്കിയാൽ അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ ഒന്ന് കെയർ ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്ന കോലത്തിലായിരിക്കും നമ്മുടെ സംസാരം. നമ്മൾ ആരും ആയിട്ടില്ല. നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് സമ്പത്ത് പടച്ച റബ്ബ് ദുനിയാവിൽ അധികം തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറച്ച് അറിവ് ചിലപ്പോൾ അല്ലാഹു തആല കുറച്ച് തന്നേക്കാം, ചിലപ്പോൾ കുറച്ച് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ അല്ലാഹു ചിലപ്പോൾ കുറച്ച് തന്നേക്കാം. ഇതാണ് കിട്ടിയപ്പോയേക്കും ഞാൻ ആരൊക്കെയോ എന്ന് നമ്മൾ ഭാവിച്ചു പോവുക. വേണ്ട മോമിനെ, ഇതൊക്കെ തന്ന റബ്ബിന് എടുത്തു കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അല്ലാഹു കിബറില്ലാതെ വിനയത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കിബറിന്റെ മാർഗങ്ങൾ കൂടി നമ്മൾ കടത്ത് കളയണം. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഞാനൊക്കെ ആരൊക്കെയായി എന്ന് നമ്മൾ ധരിക്കണ്ട. നമ്മൾ ആരും ആയിട്ടില്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയുള്ളവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അല്ലാത്ത ആർക്കും സ്ഥാനമില്ല. അല്ലാഹു വിനയുള്ള തവാദുള്ള പടച്ച റബ്ബിനെ ഏറ്റവും അംഗീകരിക്കുന്ന വിനയുള്ള അടിമയായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.